പോൾ വാൾട്ടിൽ സ്വീഡന്റെ അർമാൻഡ് ഡുപ്ലാന്റിസിന് വീണ്ടും ലോക റെക്കോർഡ്. 13-ാം തവണയാണ് ഡുപ്ലാന്റിസ് സ്വന്തം റെക്കോർഡ് തിരുത്തുന്നത്. ഹംഗേറിയൻ ഗ്രാൻഡ് പ്രിയിൽ 6.29 മീറ്ററാണ് ഡുപ്ലാന്റിസ് മറികടന്നത്. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി ചുമതല ഏറ്റെടുത്ത് ഖാലിദ് ജമീൽ. 2 വർഷത്തേക്കാണ് കരാർ. ഓഗസ്റ്റ് 15-ന് ബംഗളൂരുവിൽ ഖാലിദിന്റെ കീഴിൽ ആദ്യ പരിശീലന ക്യാമ്പ് ആരംഭിക്കും. ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലകനായി ചുമതല ഏറ്റെടുത്ത് ഖാലിദ് ജമീലിനോട് സഹതാപം തോന്നുന്നുവെന്ന് മുൻ ഇന്ത്യൻ നായകൻ ബൈചുങ് ബൂട്ടിയ. രാജ്യത്തെ കായികരംഗം ഏറ്റവും ദുഷ്കരമായ സമയത്താണ് ഖാലിദ് ചുമതലയേൽക്കുന്നത്. അമിതമായ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ സാധ്യതയില്ലാത്തതിനാലാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ ഖാലിദിനെ തെരഞ്ഞെടുത്തതെന്നും ബൂട്ടിയ. ദക്ഷിണാഫ്രിക്കയുടെ യുവതാരം ഡെവോൾഡ് ബ്രെവിസിനെ പ്രശംസിച്ച് മുൻ താരം എബി ഡിവിലിയേഴ്സ്. IPL താരലേലത്തിൽ ബ്രെവിസിനെ സ്വന്തമാക്കാൻ ടീമുകൾക്ക് സുവർണാവസരമുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും അവസരം നഷ്ടമാക്കി. ഇക്കാര്യത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ഭാഗ്യവാന്മാരാണെന്നും ഡിവിലിയേഴ്സ് കൂട്ടിച്ചേർത്തു. ബേബി ABD എന്ന് അറിയപ്പെടുന്ന ബ്രെവിസ് ഓസീസിനെതിരെ 56 പന്തിൽ 125 റൺസ് അടിച്ചതിന് പിന്നാലെയായിരുന്നു ഡിവിലിയേഴ്സിന്റെ പ്രശംസ. കേന്ദ്രം പാസാക്കിയ സ്പോർട്സ് ബില്ലിനെ പിന്തുണച്ച് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷ. 1984 നഷ്ടപ്പെട്ട മെഡൽ പരാമർശിച്ചാണ് ഉഷയുടെ പിന്തുണ. ഈ ബിൽ വരുന്നതോടെ കായിക താരങ്ങൾക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നും ഉഷ. കോമൺവെൽത്ത് ഗെയിംസ് ആതിഥേയത്വത്തിനായി ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഉഷ വ്യക്തമാക്കി. To get sponsorship also, but everything this bill will help. I have done my part, whatever it may I can do, but system was not with me. So now the system is there for the good governance and very transparency, and for athletics centric, and for sponsors to get sponsorship also. But everything this bill will help.